നമസ്കാരം. വയനാട് തവിഞ്ഞാൽ മക്കിമല വനമേഖലയിൽ സ്ഫോടക വസ്തു ശേഖരം കണ്ടെത്തിയത് ആശങ്കയുണർത്തുന്നു. സ്ഫോടക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ജലാറ്റിൻ സ്റ്റിക്കുകളും ഫ്യൂസ് വയറുകളുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ ബോംബ് സ്ക്വാഡുകളുടെ സാന്നിധ്യത്തിൽ തണ്ടർബോൾട്ട് സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം ബോംബുകൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരാണെന്ന് സൂചന ലഭിച്ചു കഴിഞ്ഞു. സംഭവത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാവ് ആയിരുന്ന കവിതയുടെ മരണത്തിന് പകരം ചോദിക്കാനോ ശക്തി തെളിയിക്കാനോ ആകാം ബോംബ് വച്ചതെന്ന് പോലീസിന്റെ വിലയിരുത്തലുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രവർത്തകയായിരുന്ന കവിത കണ്ണൂർ അയ്യൻകുന്ന് ഊരുപ്പുകുറ്റിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ മരിക്കുകയായിരുന്നു. കവിതയുടെ മരണത്തിന് പകരം ചോദിക്കുമെന്ന് കാണിച്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരർ പോസ്റ്ററുകൾ പതിപ്പിച്ചിരുന്നതായി പറയുന്നുണ്ട്. രക്തക്കടങ്ങൾ രക്തത്താൽ പകരം വീട്ടുമെന്നായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയോടെ വനം വകുപ്പ് താൽക്കാലിക വാച്ചർമാരായ ബാലചന്ദ്രനും ചന്ദ്രനും പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് കുഴിച്ചിട്ട നിലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ഇലക്ട്രിക് വയർ കിടക്കുന്നത് കണ്ട് പരിശോധിക്കുകയായിരുന്നു. 30 മീറ്റർ അകലേക്ക് മണ്ണിനടിയിലൂടെ വലിച്ച വയർ ഒരു മരത്തിന് താഴെയാണ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഒളിച്ചിരുന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സ്ഫോടനമാണ് മാവോയിസ്റ്റുകൾ ആസൂത്രണം ചെയ്തതെന്നാണ് കരുതുന്നത്. തണ്ടർബോൾട്ടിനെ അപായപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്ഫോടക ശേഖരം സ്ഥാപിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഛത്തീസ്ഗഡ് പോലുള്ള സ്വാധീന മേഖലകളിൽ മാവോയിസ്റ്റുകൾ ചെയ്യുന്ന ഈ ആക്രമണ രീതി വയനാട്ടിൽ കണ്ടെത്തിയത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് അധികൃതർ കാണുന്നത്. കബനി ദളിന്റെ കമാൻഡർ CP മൊയ്തീൻ ബോംബ് നിർമ്മാണത്തിൽ പരിശീലനം നേടിയിട്ടുണ്ട്. ഇയാളുടെ നേതൃത്വത്തിലാണ് സ്ഫോടന ശേഖരം കുഴിച്ചിട്ടതെന്നാണ് സൂചന ലഭിക്കുന്നത്. CP മൊയ്തീന് ബോംബ് നിർമ്മാണം അറിയാം. 2014 തിരുനെല്ലിയോട് ചേർന്ന് കർണാടക അതിർത്തിയിൽ ബോംബുണ്ടാക്കുന്നതിനിടയിലാണ് മൊയ്തീന്റെ കൈപ്പത്തി തകർന്നത്. അന്നത്തെ പൊട്ടിത്തെറിയിൽ മാവോയിസ്റ്റ് ഷിനോജ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. തലപ്പുഴ, കമ്പമല, മക്കിമല എന്നീ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ സാന്നിധ്യം ശക്തമായിട്ടുണ്ട്. തിരുനെല്ലി വഴി കർണാടകത്തിലേക്കും പാൽച്ചുരം വഴി കൊട്ടിയൂരും വാളോട് കുഞ്ഞോം വഴി ബാണാസുര കാടുകളിലേക്കും പോകാൻ സാധിക്കും. ഈ സൗകര്യം ഭീകരർ ഉപയോഗിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ.